ഹാർപ്പിക്ക് എന്തൊക്കെയുണ്ട് ആരിഫേ? ഹാർപ്പിക്ക് ആരിഫേ, നിനക്ക് ഇത് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. നീ ഇസ്ലാമിനെ വിറ്റ് തിന്ന് ജീവിക്കുന്ന ഒരു നികൃഷ്ട ജന്മം എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്ലാം എന്നു പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ഇസ്ലാം ഒരു ഉത്കൃഷ്ട മതമാണ്. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. ഹിന്ദുമതം, ജൂതമതം, ക്രിസ്തുമതം, ജൈനമതം, ബുദ്ധമതം, സിഖ് മതം, അങ്ങനെ അവയുടെ പട്ടിക നീണ്ടുപോകുന്നു. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും നാഥനുമായ അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരേ ഒരു മതം മാത്രമേ ലോകത്തുള്ളൂ. അതിൻ്റെ പേരാണ് ഇസ്ലാം. കേട്ട ആരിഫേ, എല്ലാ മതങ്ങളുടെയും തത്വങ്ങളും നിയമങ്ങളും വിശ്വാസ സംഹിതകളും കർമ്മപദ്ധതികളും പരിശോധിച്ചാൽ കാര്യം ബോധ്യമാകുന്നതാണ്. മറ്റു തെളിവുകളൊന്നും അതിനാവശ്യമില്ല. ഒരു നാളികേരം കണ്ടാൽ അതൊരു തെങ്ങിൻ്റെ കായാണെന്നും പ്ലാവിൻ്റെ ഫലമല്ലെന്നും മനസ്സിലാക്കാൻ തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ബുദ്ധിക്കും യുക്തിക്കും യോജിച്ച സത്യസന്ധമായ വിശ്വാസ സംഹിതയോ പ്രായോഗികമായും പ്രയോജനപ്രദവുമായ കർമ്മ പദ്ധതിയും കാഴ്ചവെക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ്. ജീവിതത്തിൻ്റെ നാനാവശങ്ങളെയും പ്രതിപാദിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ്. എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തേക്കും യോജിച്ച മതവും ഇസ്ലാം തന്നെ. മനുഷ്യനെ ഉന്നത ധാർമ്മിക മൂല്യങ്ങളിലേക്ക് നയിക്കുന്ന മതവും ഇസ്ലാമല്ലാതെ മറ്റൊന്നുമില്ല. കേട്ടാർപ്പിക്കെ, ഇസ്ലാം ഒരു മതങ്ങളെയും നിന്ദിക്കില്ല. ലക്കും ദീനിക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മളുടെ മതം. ഒരു കാര്യം ഹാർപ്പിക്ക് മനസ്സിലാക്കണം. ഇസ്ലാമിനെ വിറ്റ് കുറേ കാലം കൊണ്ട് തിന്ന് ജീവിക്കുകയല്ലേ. ഒരിക്കൽ പോലും ഒരു മുസൽമാൻ ഒരു മതത്തിനെ നിന്ദിക്കത്തില്ല. ഒരു മുസൽമാനും മതത്തെ നിന്ദിക്കാൻ കഴിയില്ല. അവരുടെ ആരാധിക്കുന്നതിനെ അവർ നശിപ്പിക്കുകയുമില്ല. അതാണ് യഥാർത്ഥ മുസൽമാൻ. മനുഷ്യനെ ഉന്നത ധാർമ്മിക മൂല്യങ്ങളിലേക്ക് നയിക്കുന്ന മതവും ഇസ്ലാമല്ലാതെ മറ്റൊന്നില്ല. ഇങ്ങനെ ഓരോ കാര്യം പരിശോധിച്ചാലും ഇസ്ലാമിൻ്റെ മികവും മിഴിയും പ്രകടമാകുന്നതാണ്. ഇസ്ലാം മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളാണ് ഉത്കൃഷ്ടമായ നിർദ്ദേശങ്ങൾ. മുന്നോട്ട് വയ്ക്കാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല, ഇനി അങ്ങോട്ട് കഴിയുകയുമില്ല. അള്ളാഹുവിൽ നിന്ന് അവതീർണമായ മതമാണ് ഇസ്ലാം എന്ന് ഇതെല്ലാം തെളിയിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, തീർച്ചയായും അള്ളാഹുവിൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഹാർപ്പിക്ക് ആരിഫേ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥ ഒരു മുസൽമാൻ, 5 വക്തിൽ നിസ്കരിക്കുന്ന ഒരു മുസൽമാൻ ഒരു മതത്തിനെയും നിന്ദിക്കത്തില്ല, ഒരു മതത്തിനെയും തള്ളിപ്പറയത്തില്ല. പിന്നെ നിനക്ക് ജീവിക്കാം, ഖുർആനെ വിറ്റ് ജീവിക്കാം. എത്ര കാലം നീ ഖുർആനെ വിറ്റ് ജീവിക്കാം ആരിഫേ? എന്തിനു വേണ്ടിയിട്ടാണ്? നീ ആരുടെ അടുത്തുനിന്ന് കാശ് വച്ചിട്ടാണ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നീ ഖുർആനെ വിൽക്കുന്നത്? എന്താണ് അതിലുള്ള മുതലെടുപ്പ്? നിൻ്റെ ഒരു ചാൺ വയറിന് വേണ്ടിയാണോ? എങ്കിൽ നിനക്ക് ഒരു ചാൺ വയറിന് ആഹാരത്തിനുള്ള പൈസ ഞാൻ തരാം, ഇനിയെങ്കിലും നിനക്ക് നിർത്തിക്കൂടെ? ഈ ഒരു മുസൽമാനും ഒരു സത്യവിശ്വാസിയും ആരെയും ഉപദ്രവിക്കത്തില്ല. മനസ്സിലായോ? നീ അത് നിൻ്റെ ഉപബോധ മനസ്സിലെങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിനക്കത് മനസ്സിലാകും. ഓക്കെ ഹാർപ്പിക് ആരിഫേ.